എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിനം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. എന്തിനാന്നേ വിഷമിക്കുന്നേ? എത്ര പേരാ വിഷമിച്ചിരിക്കുന്നു? ഈ നിമിഷത്തിൽ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷത്തിലേലും നിങ്ങൾക്ക് വിഷമമില്ല. എന്തിനെ ഓർത്താണ് വിഷമിക്കുന്നത്? ഈ വിഷമം വന്നാൽ എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ജീവിക്കാത്തതുകൊണ്ടാണ്. ഈ നിമിഷത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ നിമിഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. ഇത് കാണുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ സാധാരണക്കാരന് എങ്ങനെ മുന്നോട്ടുള്ള നാളത്തെ കാര്യങ്ങൾ ഓർത്തുള്ള ടെൻഷൻ, പണക്കാരന് കയ്യിലിരിക്കുന്ന പണം എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്നുള്ള ടെൻഷൻ. എന്നാൽ ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന ചില മനുഷ്യർ, അങ്ങനെ പല വ്യത്യസ്തമായ ഇനം ആളുകൾ താമസിക്കുന്ന ഈ സമൂഹത്തിൽ ഒന്നും ശാശ്വതമല്ല. നമ്മൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും ബുദ്ധിമുട്ടുണ്ട്. എല്ലാം നടന്നു പോകും. കാരണം ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ പണ്ട് നടന്ന പോലെയാണ് ഇപ്പോൾ നടക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആരും വിഷമിക്കരുത്. ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക, സന്തോഷമായിട്ടിരിക്കുക. സമയമാകുമ്പോൾ എല്ലാം തനിയേ വന്നുകൊള്ളും. ആ ശ്രമിക്കാനുള്ള മനസ്സും നമുക്ക് തനിയെ ഉണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളൊന്നുമല്ല, നമുക്ക് നമ്മുടെ ശരികളാണ് ഏറ്റവും വലുത് ജീവിതത്തിൽ. ജീവിതം എന്ന് പറയുന്ന ഒരു വെറും എന്നാ പറയുന്നത്, ഒന്നും പറയാനില്ല. വെള്ളത്തിൽ വരച്ച വര പോലെ എപ്പോൾ വേണേ മാഞ്ഞു പോകാം. അതിനിടയിലുള്ള ഈ സുന്ദര നിമിഷങ്ങൾ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാ പ്രിയപ്പെട്ടവരും. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ ലോകത്തിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ സാധിക്കുമോ? എനിക്ക് തോന്നിയിട്ടില്ല. ഈ നിമിഷത്തിൽ കിട്ടുന്ന സൗഹൃദങ്ങളും കിട്ടുന്ന സ്നേഹങ്ങളും എല്ലാം പണം കൊടുത്ത് സ്നേഹം മേടിക്കാൻ കഴിയില്ല. വലിയൊരു കാട്ടിലെത്തി, നന്നായിട്ട് വിശക്കുന്നുണ്ട്, കൈ നിറയൽ കാശുണ്ട്, എന്ത് കഴിക്കും? പണം കഴിക്കാൻ പറ്റില്ല. പണം വേണം, വേണ്ടെന്നല്ല, ആവശ്യത്തിന് പണം വേണം. എല്ലാ നിയമങ്ങളിലും പറയുന്നത് നമുക്ക് കൊടുക്കാൻ വസ്ത്രവും കിടക്കാൻ പാർപ്പിടവും സഞ്ചരിക്കാൻ വാഹനവും ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന തുക ആർക്കെങ്കിലും ദാനം ചെയ്യണമെന്ന്. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഇല്ല. എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന സമൂഹം. ഒന്നും ശരിയല്ല, ഒന്നും ശാശ്വതമല്ല. ചിന്തിക്കുക. ആരും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നല്ലൊരു ദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.